നമസ്കാരം, എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കിനെ നമുക്ക് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു പോളിഗൺ സ്കെച്ച് ചെയ്യുകയാണ്. അപ്പോൾ പോളിഗൺ നമുക്ക് വേണമെങ്കിൽ പെൻറ്റഗണോ ഹെക്സഗൺ ഓർ ഒക്ടഗൺ എത്ര സൈഡ്സ് ഉള്ള പോളിഗൺ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 6 സൈഡ്സ് ഉള്ളൊരു പോളിഗണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് പോളിഗൺ കമാൻഡ് എടുത്തു. അഗെയിൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് സൈഡ്സ് ഞാൻ അവിടെ എൻ്റർ ചെയ്യണം. ഇനി വേണ്ടത് അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ഞാൻ പിക്ക് ചെയ്യണം. ദെൻ ഇൻസ്ക്രൈബ് ഓർ സർക്കംസ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ കൊടുക്കണം. ദെൻ നെക്സ്റ്റ് ഈ പറഞ്ഞ റേഡിയസ് ഞാൻ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 10 ആണെങ്കിൽ 10 അല്ലെങ്കിൽ 20 ആണെങ്കിൽ 20 ഞാനിവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. ഈ പറഞ്ഞ ഒരു 20 റേഡിയസിലുള്ള ഒരു പോളിഗൺ നമുക്ക് ഇൻസ്ക്രൈബ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഈ സ്റ്റെപ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടൂൾസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആക്ഷൻ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പ്ലേ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി പ്ലേ അല്ല റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജസ് എല്ലാം തന്നെ അത് റെക്കോർഡാവും. ആഫ്റ്റർ ദാറ്റ് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ അതിനെ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്തത് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ക്രിയേറ്റ് ആവുന്നു. ഓക്കെ, പ്ലേ ആവുന്നു. അപ്പോൾ ഇത് ഒന്നുകിൽ നമുക്ക് ഈ പറഞ്ഞ ടൂൾസിന് എടുക്കാം. ഇത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാനേജ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. മാനേജ് എന്ന് പറഞ്ഞ ടാബിൽ ഇവിടെ ആക്ഷൻ റെക്കോർഡർ ഉണ്ട്. ഈ ആക്ഷൻ റെക്കോർഡറിൽ നമ്മൾ റെക്കോർഡ് പറയാം. ഓക്കെ, ഇപ്പോൾ റെക്കോർഡ് ഞാൻ പറഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു ഹെക്സഗണാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു 20 റേഡിയസ് സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്യണം. സോ അത് ഞാൻ ചെയ്യുന്ന ഇവിടെ കമാൻഡ് ചെയ്തു പോളിഗൺ. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ കണ്ടത് ഓട്ടോമാറ്റിക്കലി ഇത് റെക്കോർഡ് ആവുന്നുണ്ട്. ഇനി ചോദിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ് ഞാൻ ഇവിടെ 6 എൻ്റർ ചെയ്തു. നെക്സ്റ്റ് വേണ്ടത് സ്പെസിഫൈ സെൻറ്റർ ഓഫ് പോളിഗൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സെൻറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഇൻസ്ക്രൈബ് ചെയ്യണോ ഓർ സർക്കംസ്ക്രൈബ് ചെയ്യണോ? സോ ഞാനിവിടെ ഇൻസ്ക്രൈബ് കൊടുത്തു. സോ ഐ എൻ്റർ ചെയ്തു. ഇനി വേണ്ടത് റേഡിയസ് ഓഫ് സർക്കിൾ ഞാനിവിടെ 20 എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി ഇത്രയും കഴിഞ്ഞു. ഇത്രയും എനിക്കിവിടെ റെക്കോർഡ് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഒരു പേര് ചോദിക്കും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാൻ ഇപ്പോൾ പോളിഗൺ എന്നുള്ള രീതിയിൽ കൊടുത്തു. ഇപ്പോൾ നമ്മളൊരു 6 സൈഡ്സ് ആയതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ പോളിഗൺ 6 സൈഡ്സ് എന്നുള്ള രീതിയിൽ കൊടുത്ത് POL 6 എന്ന് കൊടുത്തു. ഓക്കെ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ ഓൾറെഡി കണ്ടോ നമ്മൾ കൊടുത്ത പേരിൽ അത് സേവ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പോളിഗൺ എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പ്ലേ കൊടുക്കുക. അപ്പോൾ പ്ലേ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ക്രിയേറ്റ് ആയി നമുക്ക് കാണാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഏത് പോയിൻ്റാണ് പിക്ക് ചെയ്തത് അവിടെയാണ് അത് ക്രിയേറ്റ് ആവുന്നത്. സോ ഇവിടെ പ്ലേ പറഞ്ഞു കണ്ടോ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചേഞ്ച് എനിക്ക് വരുത്തണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോളിഗൺ ക്രിയേറ്റ് ആവുന്നത് നമ്മൾ പിക്ക് ചെയ്ത പോയിന്റിലാണ്. ഇതല്ലാതെ ഞാൻ ഇനി പിക്ക് ചെയ്യാൻ പോകുന്ന പോയിന്റിലാണ് ആ ഒരു പോളിഗൺ എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് എഡിറ്റ് ചെയ്യാം. അതായത് ഇവിടെ പോളിഗൺ കൊടുത്തു, നമ്പർ ഓഫ് സൈഡ്സ് 6 കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെക്സ്റ്റ് നമ്മൾ സ്പെസിഫൈ സെൻറ്റർ ഓഫ് പോളിഗൺ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പോസ് ഫോർ യൂസർ ഇൻപുട്ട് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഒരു പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കിയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നുണ്ടോ, നെക്സ്റ്റ് നമ്മൾ ആ പോസ് ചെയ്ത് മാത്രം നമ്മളോട് ചോദിക്കുന്നത് സ്പെസിഫൈ, ഇതുണ്ട് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും സ്പെസിഫൈ സെൻറ്റർ ഓഫ് പോളിഗൺ. സോ നമ്മൾ എവിടെ പിക്ക് ചെയ്യുന്നു അവിടെ ഒരു പോളിഗൺ ക്രിയേറ്റ് ആവുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് 6 അല്ല വേണ്ടത്, എന്താ പറയുക, ഒരു 8 സൈഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ 10 സൈഡ്സ് ആയിരിക്കാം. അതും ഇതുപോലെ തന്നെ ഇൻപുട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ 6 എന്നുള്ള ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പോസ് ഫോർ യൂസർ ഇൻപുട്ട് എന്നുള്ളത് കൊടുക്കുക. ഇനി നിങ്ങളൊരു പോളിഗൺ ഇത് വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നതുണ്ടോ നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കും. അപ്പോൾ എനിക്ക് 10 ആണെങ്കിൽ ഞാനിവിടെ 10 എൻ്റർ ചെയ്തു. ഇനി എവിടെയാണ് അത് വേണ്ടത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ സ്റ്റെപ്സ് ഉണ്ടായിരിക്കും അല്ലേ, നമ്മളൊരു പോളിഗൺ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് എന്ത് ചെയ്യാം, ഇതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിതിൽ ആക്ഷൻ റെക്കോർഡർ. ഇതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു മാക്രോ എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. അത് ഞാൻ എന്തായാലും നിങ്ങളുടെ ഒരു അടുത്ത സെഷനിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എന്താ പറയുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താ പറയുക പോസ് ഫോർ യൂസർ ഇൻപുട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണം ഈ ആക്ഷൻ ട്രീ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻഡോ നമുക്കിവിടെ കിട്ടണം അല്ലേ. ഇത് കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ചില കേസിൽ ചിലപ്പോൾ ഈ ആക്ഷൻ ട്രീ ചിലപ്പോൾ ഇവിടെ കാണിക്കില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താ പറയുക ഇതിൻ്റെ ഒരു പ്രിഫറൻസസ് ഉണ്ട്. ഓക്കെ, പ്രിഫറൻസിൽ നമ്മളൊന്ന് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്ഷൻ റെക്കോർഡർ പ്രിഫറൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ഓൺ പ്ലേ ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് ജസ്റ്റ് ഇതൊന്ന് എക്സ്പാൻഡ് ആവുന്ന മാത്രമേ ഉള്ളൂ. എക്സ്പാൻഡ് ഓൺ റെക്കോർഡർ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ റെക്കോർഡിങ്ങിൽ അത് എക്സ്പാൻഡ് ആയിക്കോളും. ദെൻ പ്രോംപ്റ്റ് ഫോർ ആക്ഷൻ മാക്രോ നെയിം, ഇത് മൂന്നും കൊടുത്താൽ നമുക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാം, അതിന് നെയിം കൊടുക്കാനുള്ള ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ ഇത് ഇട്ടുണ്ടെങ്കിലായിരിക്കും നമുക്ക് ചിലപ്പോൾ സപ്പോസ് നമുക്ക് ഈ ആക്ഷൻ ട്രീ കിട്ടിയില്ലെങ്കിൽ ഇത് ഓരോരോ സ്റ്റേജിലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കിട്ടണം അല്ലേ, എന്നാലല്ലേ നമുക്ക് ഇതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സപ്പോസ് ഇത് എന്താ പറയുക നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്യാം, ഓക്കെ പറയാം. ഓക്കെ, അതല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ചിലപ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ അതിനാണ് മെയിനായിട്ട് പ്രിഫറൻസസ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാം. ആക്ഷൻ മാക്രോസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. മാനേജ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വൺസ് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അതിനെ വേണമെങ്കിൽ എനിക്ക് ഇന്ന് റീനെയിം ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് അതിനൊന്ന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് തന്നെ വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് വീണ്ടും വേറെ ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ആക്ഷൻ മാക്രോ മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഓൾറെഡി ഞാനിതിലൊരു നട്ടിൻ്റെ ഇതുപോലെ തന്നെ ഒരു ആക്ഷൻ റെക്കോർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ നമ്മുടെ പോളിഗൺ മാറ്റി ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ഞാനൊരു സെൻറ്റർ ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ ടൈപ്പ് മാനേജറിൽ പോയിട്ട് ആ സെൻറ്റർ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റർ ലൈൻ ജസ്റ്റ് ഒന്ന് ഞാനത് ലോഡ് ചെയ്ത് വയ്ക്കുകയാണ്. എന്നാലാണ് നമ്മളത് ആ നെറ്റിൽ അതിൻ്റെ സെൻറ്റർ ലൈൻ പോലെ വിസിബിൾ ആവുള്ളൂ. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് വെച്ചു, ഓക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനീഷ്യലി ഞാൻ ചെയ്തിരിക്കുന്ന ഒരു സർക്കിളാണ്. അപ്പോൾ സർക്കിളിൽ എവിടെയാണ് അതിൻ്റെ സെൻറ്റർ പോയിന്റ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാണ്, അത് ജസ്റ്റ് ഞാൻ മ്യൂട്ട് ചെയ്തേക്കാണ്. ദാറ്റ് മീൻസ് അത് നമുക്ക് യൂസറിന് ഡിഫൈൻ ചെയ്യാനുള്ള രീതിയിൽ. ദെൻ നെക്സ്റ്റ് അതിൻ്റെ റേഡിയസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫർദർ സർക്കിൾ അവരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിലാണ് നമ്മളതിൻ്റെ ഒരു എന്താ പറയുക ഒരു പോളിഗൺ നമ്മൾ സ്കെച്ച് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്ര വേണം എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ പോസ് ചെയ്യാം. ഇപ്പോൾ പോസ് വേണ്ട 6 മതിയെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് വേണമെങ്കിൽ അത് ആക്റ്റീവ് ആക്കുന്നു. അപ്പോൾ 6 സൈഡ്സ് ഉള്ളൊരു പോളിഗൺ അതിൽ ക്രിയേറ്റ് ആവുന്നു. ദെൻ വിത്ത് റെസ്പെക്ട് സെയിം പോയിന്റിൽ തന്നെ അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് കൊടുത്തിരിക്കുന്നു. ഞാനത് സർക്കംസ്ക്രൈബ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ ഒരു റേഡിയസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ സെൻറ്റർ ലൈൻ വരയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു ലൈൻ, ഓക്കെ, ഒരു ക്രോസ് പോലെ ഒരു ലൈൻ കൊടുക്കണം സെൻട്രൽ ലൈൻസ് മാർക്ക് ചെയ്യാനായിട്ട്. അതിനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഞാൻ അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് അതിൻ്റെ ലൈൻ ടൈപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ ടൈപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിന് കറക്റ്റ് അവർ സെൻറ്ററിലേക്ക് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ഒരു കോപ്പി റൊട്ടേഷൻ എടുത്തിട്ട് നെക്സ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് ഇത് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്യാണ്. നമ്മൾ ചോദിക്കുന്നത് സ്പെസിഫൈ സെൻറ്റർ ഓഫ് സർക്കിൾ. ഞാൻ ജസ്റ്റ് ഇവിടെ പിക്ക് ചെയ്ത് കണ്ടോ, ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വിത്ത് സെൻട്രൽ ലൈൻ അടക്കമാണ്. പക്ഷേ സെൻട്രൽ ലൈൻ ഇത് വിസിബിൾ ആവാത്തതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ലൈൻ ടൈപ്പ് സ്കെയിൽ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാനൊരു 0.5 എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ 0.3 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇതുപോലെ ഒരു ഹെക്സഗണൽ ബോൾട്ട് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ റെക്കോർഡർ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ റിപ്പീറ്റഡ് ടാസ്കുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എനിവേ എല്ലാവർക്കും താങ്ക് യു.